Good afternoon, all. So, today we are discussing about the topic polymers. Have you all heard about polymers? No. Okay. So, polymers. Polymers are macromolecules formed by the combination of large number of simple molecules. അതായത് ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കുക മാല മുത്തുമാല ഉണ്ടല്ലോ അതെടുക്കുക അതിൽ മുത്തുകൾ ചേർന്നാണല്ലോ ആ മാല ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിലെ മോണോമർ യൂണിറ്റ് എന്ന് പറയുന്നത് ആ മുത്തുകളാണ്, അതായത് ബീഡ്സ് ആണ്. ആ ബീഡ്സ് ചേർന്നുണ്ടാകുന്ന മാലയാണ് എന്ത് പോളിമർ എന്ന് പറയുന്നത്. അപ്പോൾ polymers are macromolecules formed by the combination of large number of simple molecules. Simple molecules ചേർന്ന് ഒരു കൂട്ടം simple molecules ചേർന്നാണ് എന്തുണ്ടാകുന്നത് പോളിമർ ഉണ്ടാകുന്നത്. The word polymer comes from the Greek words poly, which means many, and mer means parts. പോളിമർ എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിരിക്കുന്നത് രണ്ട് വേർഡ്സ് ചേർന്നിട്ടാണ്. എന്തൊക്കെയാണ്? പോളിയും അതുപോലെ മെർ. പോളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട്, മെർ എന്ന് വെച്ചാൽ പാർട്സ്. സോ പോളിമർ ഈസ് യൂസ്ഡ് ആസ് എ സിനോണിം ഫോർ പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇത് നമുക്ക് പോളിമറിനെ പറയാം. ഓൾ പ്ലാസ്റ്റിക്സ് ആർ പോളിമേഴ്സ് ബട്ട് നോട്ട് ഓൾ പോളിമേഴ്സ് ആർ പ്ലാസ്റ്റിക്സ്. എല്ലാ പ്ലാസ്റ്റിക്കും പോളിമറാണ്, പക്ഷേ എല്ലാ പോളിമേഴ്സും പ്ലാസ്റ്റിക് അല്ല. So now we can look up the types of polymers. There are mainly three types of polymers. First is the natural polymer, second is biopolymer, third is synthetic polymer. Natural polymer പേരിൽ തന്നെയുണ്ട്. നാച്ചുറൽ എന്ന് വെച്ചാൽ എന്താ? നേച്ചറിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന പോളിമേഴ്സ്, അതിനെയാണ് നാച്ചുറൽ പോളിമർ എന്ന് പറയുന്നത്. നമ്മൾ ഒരു ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു രണ്ട് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, കോട്ടണും വൂളും. സോ നാച്ചുറൽ പോളിമർ ഈസ് എ പോളിമർ ദാറ്റ് റിസൾട്ട്സ് ഫ്രം ഓൺലി റോ മെറ്റീരിയൽസ് ദാറ്റ് ആർ ഫൗണ്ട് ഇൻ നേച്ചർ. നമ്മുടെ പരിസ്ഥിതി കണ്ടുവരുന്ന റോ മെറ്റീരിയൽസിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന പോളിമറാണ് എന്തെന്ന് പറയുക? നാച്ചുറൽ പോളിമർ എന്ന് പറയുക. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് കോട്ടൺ, വൂൾ, എക്സെട്ര. സോ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ബയോപോളിമർ ആണ്. ഇതും ഒരു നാച്ചുറൽ പോളിമറിന് തന്നെയാണ്, ഏകദേശം നാച്ചുറൽ പോളിമറിൻ്റെ അതേ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് ഇതിന് വരുന്നത്, ബയോപോളിമറിന് വരുന്നത്. A biopolymer is a natural polymer that is made up of monomeric units that are covalently bound to form larger molecules. എങ്ങനെയാ? ബയോപോളിമർ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പോളിമർ തന്നെയാണ്. അത് ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? made up of monomeric units that are covalently bonded to form larger molecules. വലിയ ഈ കുഞ്ഞു കുഞ്ഞു മോണോമറിക് യൂണിറ്റ്സ് ഉണ്ടല്ലോ, അത് എങ്ങനെ ബോണ്ട് ചെയ്തിരിക്കുന്നത്? കോവാലൻ്റ്ലി ബോണ്ടഡാണ്. കോവാലൻ്റ്ലി ബോണ്ട് എന്ന് വെച്ചാൽ മ്യൂച്വൽ ഷെയറിങ് വഴി ഉണ്ടാകുന്ന ബോണ്ടിനെയാണ്, അത് ഇലക്ട്രോൺസ് മ്യൂച്വലി ഷെയർ ചെയ്യുന്ന ബോണ്ടിനെയാണ് നമ്മൾ കോവാലൻ്റ്ലി ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബയോപോളിമറിൽ ഉള്ള ഇലക്ട്രോൺസ് തമ്മിൽ ഷെയർ ചെയ്തുണ്ടാകുന്ന ബോണ്ട് ഏതാ? കോവാലൻ്റ്ലി ബോണ്ടാണ്. പിന്നെ ബയോപോളിമറിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് പ്രോട്ടീൻ, DNA, സ്റ്റാർച്ച്, സെല്ലുലോസ്. ഓക്കെ, മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സിന്തറ്റിക് പോളിമർ ആണ്. പോളിമർ ലൈക്ക് നൈലോൺ, റയോൺ, പോളിത്തീൻ ആൻഡ് PVC made in science laboratory belong to the category of organic polymers. ഈ സിന്തറ്റിക് പോളിമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന നാച്ചുറൽ ആയിട്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, മാൻമെയ്ഡാണ്. പറയുന്ന നൈലോണും റയോണും പോളിത്തീൻ, PVC ഒക്കെ ഉണ്ടല്ലോ, PVC പൈപ്പൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇല്ല. അപ്പം അതൊക്കെ ഏതിൽ വരുന്നതാ? ഏത് കാറ്റഗറിയിൽ വരുന്നതാ? സിന്തറ്റിക് പോളിമറിൽ വരുന്നതാണ്. ഇനി characteristics of polymers. Based on their physical nature, polymers are mainly classified into fiber, plastic and rubber.
അതായത് ഫിസിക്കൽ നേച്ചറിൻ്റെ ഒരു ആസ്പെക്റ്റിൽ നിന്ന് നോക്കുമ്പോഴേക്കും പോളിമേഴ്സിനെ നമ്മൾ മെയിനായിട്ട് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഫൈബർ, സെക്കൻഡ് ഈസ് പ്ലാസ്റ്റിക് ആൻഡ് തേർഡ് ഈസ് റബ്ബർ. ഫസ്റ്റ് ഈസ് ഫൈബർ. ഫൈബർ എന്താണെന്ന് നോക്കാം. ഫൈബേഴ്സ് ആർ ദ പോളിമേഴ്സ് സ്യൂട്ടബിൾ ഫോർ ദ മാനുഫാക്ചർ ഓഫ് സ്ട്രോങ് ത്രെഡ്സ്. വലിയ വലിയ ത്രെഡുകളുണ്ടല്ലോ, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പോളിമേഴ്സാണ് fibers എന്ന് പറയുന്നത്. Second is plastic. Plastic is a polymer which can be molded into different shapes. നമുക്കറിയാം പ്ലാസ്റ്റിക് ഉരുക്കി പല പല ഷേപ്സ് ആക്കാൻ നമുക്ക് പറ്റും. അത് ഇപ്പം ഒരിക്കലും ഡിസ്ട്രോയ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അത് മണ്ണിൽ അലിഞ്ഞു പോകുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇപ്പം പ്ലാസ്റ്റിക് നമുക്ക് ഇതുപോലെ പല പല ഷേപ്സിലേക്ക് ആക്കാൻ പറ്റുന്ന ഒരു പോളിമറാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് റബ്ബർ. റബ്ബർ ഈസ് ആൻ ഇലാസ്റ്റിക് പോളിമർ. അതായത് വലിയാൻ കഴിവുള്ള ഒരു പോളിമറാണ് റബ്ബർ എന്ന് പറയുന്നത്. ഇനി ഓരോന്നിനെ പറ്റി നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫൈബർ. Fibers are thread-like structures that are longer than they are wide and are often used to make other materials. ഞാൻ പറഞ്ഞു അല്ലേ, നേരത്തെ പറഞ്ഞു ഫൈബേഴ്സ് എന്ന് പറയുന്നത് ഒരു thread-like structures ആണ്. അത് എന്തിനാണ് പൊതുവെ ഈ ഫൈബേഴ്സ് ഉപയോഗിക്കുന്നത്? വേറെ മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഫൈബേഴ്സ് ഉപയോഗിക്കുന്നത്. They can be natural and synthetic. രണ്ട് ടൈപ്പ് ഫൈബേഴ്സ് ഉണ്ട്, നാച്ചുറലും സിന്തറ്റിക്കും. ആ പേരിൽ തന്നെയുണ്ട്. നാച്ചുറൽ എന്ന് വെച്ചാൽ എന്താ? നേച്ചറിൽ തന്നെ കിട്ടുന്നത്, നേച്ചറിൽ നിന്ന് തന്നെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫൈബേഴ്സ് ആണ് നാച്ചുറൽ ഫൈബേഴ്സ്. ദീസ് ആർ ഡിറൈവ്ഡ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. നാച്ചുറൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ആനിമൽസിൽ നിന്നും പ്ലാന്റ്സിൽ നിന്നും നമുക്കിപ്പോൾ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫൈബേഴ്സിനെയാണ് എന്തെന്ന് പറയുക? നാച്ചുറൽ ഫൈബർ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ വുഡാണ്. വുഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾ വുഡ്. ദെൻ സിന്തറ്റിക് ഫൈബർ എന്ന് പറയുന്നത് എന്താ? സിന്തറ്റിക് ഫൈബേഴ്സ് ആ പേരിൽ തന്നെ ഉണ്ട്, മാൻമെയ്ഡ് ആണ് അല്ലേ? സിന്തറ്റിക് ഫൈബേഴ്സ് ആർ മാൻമെയ്ഡ് ഫൈബേഴ്സ് ദാറ്റ് ആർ ക്രിയേറ്റഡ് ഇൻ ലബോറട്ടറീസ് ഫ്രം പോളിമേഴ്സ് ദാറ്റ് ആർ നോട്ട് ഫൗണ്ട് ഇൻ നേച്ചർ. നേച്ചറിൽ കണ്ടുവരാത്തത്, നമുക്ക് കാണപ്പെടാത്ത പോളിമേഴ്സിനെയൊക്കെ നമ്മൾ ലാബിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഫൈബേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? സിന്തറ്റിക് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. They are often made from petroleum product. പെട്രോളിയം പ്രൊഡക്റ്റിൽ നിന്നാണ് പൊതുവെ ഈ പറയുന്ന ഫൈബേഴ്സ്, സിന്തറ്റിക് ഫൈബേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് നൈലോൺ. ഓക്കെ, അടുത്തത് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്സ് ആർ സിന്തറ്റിക് പോളിമേഴ്സ്. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് എന്താ? ഒരു മാൻമെയ്ഡ് പോളിമർ ആണ്. നാച്ചുറലി കണ്ടുവരുന്നതല്ല, നമ്മൾ തന്നെ മനുഷ്യർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു പോളിമർ ആണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് different types of plastics are used for manufacturing a number of products from household utensils to artificial heart valves. ഈ പലതരം പ്ലാസ്റ്റിക്സ് നമ്മളിപ്പം കണ്ടുവരുന്നുണ്ട്. അതിൽ തന്നെ ഇപ്പം നമ്മുടെ അട്ടൻസിൽസ് ഉണ്ടല്ലോ, വീട്ടിലിപ്പം ഉപയോഗിക്കുന്ന പാത്രങ്ങൾ തൊട്ട് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഹാർട്ട് വാൽവ്സ് വരെ ഉണ്ടാക്കാനായിട്ട് എന്തിനു ഉപയോഗിക്കാറുണ്ട്? നമ്മുടെ പ്ലാസ്റ്റിക് ഉപയോഗിക്കാറുണ്ട്. Plastics can be classified into two types based on the changes that occur while heating. അതിനെ ചൂടാക്കുന്നതിൻ്റെ ചൂട് പിടിക്കുന്നതിൻ്റെ ആശ്രയിച്ച് ഈ പ്ലാസ്റ്റിക്കിനെ നമ്മൾ മെയിനായിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. The plastic that gets softened on heating and hardened on cooling is thermoplastics. അതായത് ഒന്നുകൂടെ പറയാം. The plastics that get softened on heating and hardened on cooling is thermoplastic. അതായത് ഹീറ്റ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആയി വിടുകയും അതുപോലെ കൂൾ ആകുമ്പോഴേക്കും ഹാർഡ് ആകുന്നതിനെ എന്തെന്നാ പറയുന്നത്? തെർമോപ്ലാസ്റ്റിക് എന്നാ പറയുന്നത്. ദിസ് പ്രോസസ് ക്യാൻ ബി റിപ്പീറ്റഡ് എനി നമ്പർ ഓഫ് ടൈംസ്. ഈ പ്രോസസ്സ് നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം. ഇനി the plastic which remains soft when heated during its manufacture and gets hardened permanently on cooling is thermosetting plastic. അതായത് ചൂടാക്കുമ്പോഴേക്കും അത് സോഫ്റ്റ് ആവുകയും അതുപോലെ കൂളായി കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആയിട്ട് അത് ഹാർഡായി പോകും. പിന്നെ അത് ചൂടാക്കി കഴിഞ്ഞാൽ അത്
സോഫ്റ്റ് ആകത്തില്ല. അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിനെയാണ് എന്തെന്ന് പറയുക, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. വൺസ് ഹാർഡൻഡ് ദേ കനോട്ട് ബി റീമൗണ്ടഡ് ബൈ ഹീറ്റിംഗ്. അത് ഹാർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ എന്താ, അത് സോഫ്റ്റ് ആയി അല്ലെങ്കിൽ റീമോൾഡ് ചെയ്ത് നമുക്ക് പിന്നെ അത് വേറെ ഒരു ഷേപ്പ് ആക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിന് എന്തെന്നാ പറയുക, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്നാ പറയുക. Next is rubber. Rubber is a natural polymer with the elastic properties. അതായത് വലിയാൻ കഴിവുള്ള പ്ലാസ്റ്റിക്കിനെയാണ്, വലിയാൻ കഴിവുള്ള പോളിമറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റബ്ബർ എന്ന് പറയുന്നത്. റബ്ബർ ഈസ് ഐസൊലേറ്റഡ് ഫ്രം ലാറ്റെക്സ് ഒബ്റ്റെയിൻഡ് ഫ്രം റബ്ബർ ട്രീ. അതായത് റബ്ബർ ട്രീ ഉണ്ടല്ലോ, റബ്ബർ ട്രീ നിന്നുണ്ടാകുന്ന ലാറ്റെക്സിൽ നിന്നാണ് എന്തുണ്ടാക്കിയെടുക്കുന്നത്, നമ്മളിപ്പം ഉപയോഗിക്കുന്ന റബ്ബർ, ഐസൊലേറ്റഡ് റബ്ബർ മാനുഫാക്ചർ ചെയ്ത് എടുക്കുന്നത്. ഇനി റബ്ബർ ഈസ് എ പോളിമർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ദി മോണോമർ മോളിക്യൂൾസ് ഐസോപ്രീൻ. അതായത് റബ്ബർ എന്ന് പറയുന്നത് ഒരു പോളിമറാണ്. അതിൻ്റെ റബ്ബറിൻ്റെ മോണോമർ യൂണിറ്റ് എന്ന് പറയുന്നത് ഐസോപ്രീൻ ആണ്. ഇനി സിന്തറ്റിക് പോളിമേഴ്സ് വിത്ത് പ്രോപ്പർട്ടീസ് ഓഫ് റബ്ബർ ഹാവ് ബീൻ ഡെവലപ്ഡ്. അതായത് ഈ പറയുന്ന റബ്ബറിൻ്റെ പ്രോപ്പർട്ടീസ് ഉള്ള സിന്തറ്റിക് പോളിമേഴ്സും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ദീസ് ആർ കോൾഡ് സിന്തറ്റിക് റബ്ബേഴ്സ്. ഇതിനെയാണ് സിന്തറ്റിക് റബ്ബേഴ്സ് എന്ന് പറയുന്നത്. അതായത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന റബ്ബർ, അതിന് എന്ത് പറയാം, നമുക്ക് സിന്തറ്റിക് റബ്ബർ എന്ന് പറയാം. എന്നാൽ അതിന് നാച്ചുറൽ റബ്ബറിൻ്റെ അതേ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ ഉണ്ടായിരിക്കും. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് നിയോപ്രീൻ, ബ്യൂണ എസ്, ബ്യൂണ എൻ, എക്സെട്ര, തൈക്കോൾ, എക്സെട്ര. So hope all of you understand this topic, fibers and plastics. So thank you.